ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചുമണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ചങ്ക്സിനെ അങ്ങോട്ട് കറി വെച്ചാലോ? തെറ്റിദ്ധരിക്കണ്ട, സോയ ചങ്ക്സ് കേട്ടോ. നല്ല ജംസ് പോലെ കിടക്കണുണ്ടോ? നല്ല ചെറുത് തന്നെ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കതൊരു കറിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളതാണല്ലോ. കറി വയ്ക്കണേലും അവർക്ക് ഇഷ്ടം അത് വറുത്ത് കൊടുക്കണതാണ്. കിച്ചുമണി എപ്പോഴും പറയുന്നുണ്ട്, അമ്മ എനിക്കിത് വറുത്തതായോ എന്ന്. എന്തായാലും ഒരു പ്രാവശ്യം അങ്ങനെയും ചെയ്യണമെന്ന് വിചാരിക്കണം. എന്തായാലും ആ വെള്ളം ചൂടായി കഴിയുമ്പോൾ സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് ഒരു 5 മിനിറ്റോളം വെള്ളത്തിൽ കിടന്ന് തിളച്ച് വേവട്ടെ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. എന്തായാലും വെള്ളം തിളച്ചു. ഇനി അതിന് ശേഷം നമുക്ക് ആ സോയ ചങ്ക്സിനെ നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റി ഊറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ. ആദ്യം അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക്, എരിവില്ലാത്ത മുളകായിരുന്നു, 2-3 മുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരട്ടെ. സോയ ചങ്ക്സ് എങ്ങനെ ഉപയോഗിച്ചാലും അതിൻ്റേതായ ഒരു വെള്ളച്ചൊവ ഉണ്ടാവും. നമ്മൾ എത്ര പിഴിഞ്ഞാലും എടുത്താലും ഉണ്ടാവും. എങ്കിലും ഈ സവോളയുടെ കൂടെ ഞാനിത്തിരി ഉപ്പിട്ട് കൊടുത്തു. സവോള വഴണ്ടി കിട്ടാനും വേഗം അതിൻ്റെ ഒപ്പം തന്നെ സവോളയുടെ മധുരപ്പില്ലാതിരിക്കാനും കൂടിയിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി നന്നായി മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒരുവിധം നന്നായി മൂത്തിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ഒരു 1.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഓരോ സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് മീറ്റ് മസാലയുടെ പൊടിയും കൂടി ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ചിലർ ചിക്കൻ മസാലയാണ് ഇടുക. ഞാൻ മീറ്റ് മസാലയാണ് ഇട്ടത്. ഇട്ട് നന്നായി പച്ചമണം മാറുന്ന വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ജംസ് എന്നാണ് വായിൽ വരുന്നത്, സോയ ചങ്ക്സ് നമുക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് ജംസ് പോലെ തന്നെയുണ്ട് അതിൻ്റെ ഷേപ്പ്. വെള്ളം കൂടി വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. എന്തായാലും ഉപ്പ് ആ സമയത്ത് നോക്കുക. ചിലപ്പോൾ പാകമായിരിക്കാം, ചിലപ്പോൾ കുറവുണ്ടായിരിക്കാം. എന്തായാലും അതും കൂടി നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. നമ്മൾ സോയ ചങ്ക്സിന് ആവശ്യത്തിന് ഒരു 5-6 മിനിറ്റോളം വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുവിധമായിട്ടുണ്ട്. എങ്കിൽ കൂടി ഒന്നും കൂടി ആ അരപ്പൊക്കെ അതിൽ പിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാൻ നോക്കാം കേട്ടോ. നല്ല ഫ്രൈ ആക്കാം. എങ്ങനെ വേണേലും ഇത് വയ്ക്കാമല്ലോ. പല സൈസിൽ കിട്ടും. എന്തായാലും നമുക്കിത് ഈ പ്രാവശ്യം തീരെ ചെറുതാണ് കിട്ടിയത്. വലുതും കിട്ടാറുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.